എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 30-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. താം നർമ്മദോത്തരതടേ ഹയമേധശാലാമാസേദുഷിപ്തുയിരുജാതവരുദ്ധനേത്രൈः ഭാസ്വാൻ കിമേഷ ദഹനോന്നു സനൽകുമാരോ യോഗീനു കോയമിതി ശുക്രമുഖൈ ശശങ്കേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. നർമ്മദോത്തര തടേ താം, നർമ്മദയുടെ വടക്കേ തീരത്തുള്ള ആ, ഹയമേധശാലാം, അശ്വമേധശാലയിലേക്ക്, ആസേദുഷി അടുത്തു ചെല്ലുമ്പോൾ, ത്വയി അങ്ങ്, രുജാ തവ രുദ്ധനേത്രൈ അങ്ങയുടെ തേജസ് കൊണ്ട് കണ്ണഞ്ചിപ്പോയ, ഭാസ്വാൻ കിം ഏഷ ഇദ്ദേഹമാര്, ദഹനു അഗ്നിദേവനാണോ, സനൽകുമാരോ നു സനൽകുമാരോ അതോ സനൽകുമാരനാണോ, യോഗി യോഗിയായ, നു കോ അയം ആരായിരിക്കാം, ഇതി ഇങ്ങനെ, ശുക്രമുഖൈ ശുക്രാചാര്യർ തുടങ്ങിയവർ, ശശങ്കേ ശങ്കിച്ചുപോയി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? നർമ്മദാ നദിയുടെ ഉത്തരതടത്തിൽ സ്ഥിതി ചെയ്യുന്ന അശ്വമേധശാലയിലെത്തിയ അങ്ങയുടെ ശരീരകാന്തി കണ്ട് ശുക്രാചാര്യർ മുതലായവരുടെ കണ്ണുകൾ മങ്ങിപ്പോയി. ഇത് സൂര്യനോ അഗ്നിയോ, ഇദ്ദേഹം യോഗീശ്വരനായ സനൽകുമാരനാണോ, ഈ മഹാപുരുഷൻ ആരാണ് എന്നിങ്ങനെയെല്ലാം അവർ സംശയിച്ചു. ഹരേ കൃഷ്ണ.